ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? സോൾവ് പരിഹരിക്കുക, ട്രബിൾസ് പ്രയാസങ്ങൾ, സോ മെനി പീപ്പിൾ നിരവധി ആളുകൾ. പക്ഷേ ഒരുപാട് പേരുടെ പ്രയാസങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുന്നത്? ഡു യു ഓൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം? ഡു യു ഓൾവേസ് ഹാവ്, ഓൾവേസ് എല്ലായ്പ്പോഴും, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടാവുമോ ആൻ ആൻസർ, മറുപടി ഫോർ ദം അവർക്ക് ഉത്തരം കൊടുക്കാൻ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് കഴിയാറുണ്ടോ? നോ, ഐ ഓൺലി ലിസൺ, ഞാൻ ശ്രദ്ധിക്കുക മാത്രമേ ചെയ്യൂ, കേട്ടുകൊണ്ടിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്, അത് മതിയാവുമോ? ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലം, അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ? ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് എ സിംപ്ലിസിസ്റ്റിക് ഔട്ട്ലുക്ക്. ഇൻക്രെഡുലസ് മീൻസ് സെപ്റ്റിക്, സംശയാലുവായ, സിംപ്ലിസിസ്റ്റിക് ലളിതമായ, ഔട്ട്ലുക്ക് കാഴ്ചപ്പാട്. ഐ വാസ് യങ്, ഞാൻ ചെറുപ്പവും, ആൻഡ് ഇൻക്രെഡുലസ് അറ്റ് സച്ച് എ സിംപ്ലിസിറ്റിക് ഔട്ട്ലുക്ക്, അത്തരമൊരു ലളിതമായ കാഴ്ചപ്പാടിനോട് സംശയാലുവും ആയിരുന്നു. ബട്ട് രത്ന ആൻസേർഡ് വിത്ത് ദ സെയിം പേഷ്യൻസ് ആൻഡ് അഫെക്ഷൻ that she must have used with all my colleagues. I am not a trained counselor or an intellectual. But Ragna answered, Ragna മറുപടി പറഞ്ഞു, with the same patience, അതേ ക്ഷമയോടും, ആൻഡ് അഫെക്ഷൻ സ്നേഹത്തോടും, that she must have used, അവർ ഇടപെട്ടുകൊണ്ടിരുന്നത്, with all my colleagues, എൻ്റെ മുഴുവൻ സഹപ്രവർത്തകരോടും, എൻ്റെ മുഴുവൻ സഹപ്രവർത്തകരോടും അവർ ഇടപെട്ടുകൊണ്ടിരുന്ന അതേ ക്ഷമയോടും സ്നേഹത്തോടും കൂടി അവർ മറുപടി പറഞ്ഞത്, ഐ ആം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓ ആൻ ഇൻ്റലക്ച്വൽ. ട്രെയിൻഡ് കൗൺസിലർ പരിശീലനം നേടിയ ഉപദേഷ്ടാവ്, ഇൻ്റലക്ച്വൽ ബുദ്ധിജീവി. ഞാനൊരു പരിശീലനം നേടിയ ഉപദേഷ്ടാവോ ബുദ്ധിജീവിയോ അല്ല. നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആർക്കും സാധ്യമല്ല. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്, നിങ്ങൾ തന്നെ സ്വയം അത് ചെയ്യേണ്ടതാണ്. ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം? ബൈ ലിസണിങ് ടു ദം. ദെൻ എങ്കിൽ ഹൗ ഡു യു ഹെൽപ്പ് ദം, നിങ്ങൾ എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത്? ബൈ ലിസണിങ് ടു ദം, അവർ പറയുന്നത് കേട്ടിരുന്നു കൊണ്ട്. അവർ പറയുന്നത് കേട്ടിരിക്കുന്നതിലൂടെ നിങ്ങൾ എങ്ങനെയാണ് അവരെ സഹായിക്കുന്നത്? God has given me 2 ears to listen to others. God has given me, ദൈവം എനിക്ക് തന്നിട്ടുണ്ട്, 2 ears, 2 ചെവികൾ, to listen to others, മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാൻ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനുള്ള 2 ചെവി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. I hear them out with sympathy and without any judgment. I hear them out, അവർ പറയുന്നത് ഞാൻ കേട്ടിരിക്കും, with sympathy, സഹതാപത്തോടു കൂടിയും, ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്, ജഡ്ജ്മെൻറ്റ് വിമർശനം, വിമർശനം ഇല്ലാതെയും സഹതാപത്തോടു കൂടിയും അവർ പറയുന്നത് ഞാൻ കേട്ടിരിക്കും. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ ഫൈൻഡ്സ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ഹിസ് വറീസ്, ഇറ്റ് റിലീവ്സ് ഹാഫ് ഹിസ് ബർഡൻ. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ, ഒരാൾ ബുദ്ധിമുട്ടിലാവുകയോ, ഓ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ, സ്ട്രെയിൻ പിരിമുറുക്കം, വളരെയധികം പിരിമുറുക്കത്തിലാവുകയും ചെയ്യുമ്പോൾ, ഫൈൻഡ്സ് ആൻഡ് ഔട്ട്ലെറ്റ്, ഔട്ട്ലെറ്റ് പുറന്തള്ളാനുള്ള മാർഗം, ഫോർ ഹിസ് വറീസ്, വറീസ് ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ഇറ്റ് റിലീവ്സ് അത് ആശ്വാസമായി തീരുന്നു, ഹാഫ് ഹിസ് ബർഡൻ പകുതി ബുദ്ധിമുട്ടുകൾ. ഒരാൾ പ്രയാസങ്ങളിലോ പിരിമുറുക്കത്തിലോ ആകുമ്പോൾ അത് പുറന്തള്ളാനുള്ള മാർഗം കണ്ടെത്തുകയും അത് തൻ്റെ ദുരിതത്തിന് പകുതി ആശ്വാസമായി തീരുകയും ചെയ്യുന്നു. അടുത്ത പാരഗ്രാഫ് കാണുക. അതിനു മുമ്പ് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഐ തോട്ട് ഫോർ സം ടൈം ആൻഡ് സെഡ്, തോട്ട് ചിന്തിച്ചു, സം ടൈം കുറച്ചു നേരം ചിന്തിച്ചിട്ട് ഞാൻ ചോദിച്ചു, but don't you ever break the conference and tell others the secrets you hear, even by mistake? But don't you ever break തകർക്കുക, നിങ്ങൾ എപ്പോഴെങ്കിലും തകർക്കാറുണ്ടോ? the confidence വിശ്വാസം,
ആൻഡ് ടെൽ അതേഴ്സ്, മറ്റുള്ളവരോട് പറയുകയും ചെയ്യാറുണ്ടോ? ദ സീക്രട്സ്, രഹസ്യങ്ങൾ. യു ഹിയർ, നിങ്ങൾ കേൾക്കുന്ന. ഈവൻ ബൈ മിസ്റ്റേക്ക്, അബദ്ധത്തിലെങ്കിലും. എന്നാൽ എപ്പോഴെങ്കിലും വിശ്വാസത്തെ തകർക്കുകയും അബദ്ധത്തിലെങ്കിലും നിങ്ങൾ കേൾക്കുന്ന രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയും ചെയ്യാറുണ്ടോ? നോ, ഈവൻ ഇൻ മൈ ഡ്രീംസ്, സ്വപ്നത്തിൽ പോലും ഞാനത് ചെയ്യാറില്ല. ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേസ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. കൺസിഡർ, തിങ്ക്, ചിന്തിക്കുക. ദാറ്റ് ടു ബി ദ വേസ്റ്റ്, ഏറ്റവും മോശമായ, കൈൻഡ്, രീതിയിലുള്ള, ഓഫ് ബിട്രയൽ, വഞ്ചന. അത് ഏറ്റവും മോശമായ തരത്തിലുള്ള വഞ്ചനയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എ ഗ്രേറ്റർ സിൻ ദാൻ ബിട്രോയിങ് വൺസ് കോൺഫിഡൻസ്. ഐ ഡോണ്ട് തിങ്ക്, ഞാൻ കരുതുന്നില്ല. ദർ ഈസ് എ ഗ്രേറ്റർ സിൻ, അതിനേക്കാൾ പാപമായ ഒന്ന്, ദാൻ ബിട്രോയിങ്, വഞ്ചിക്കുന്നതിനേക്കാൾ, സമ്മൺസ് കോൺഫിഡൻസ്, കോൺഫിഡൻസ് വിശ്വാസം, ആരുടെയെങ്കിലും വിശ്വാസത്തെ വഞ്ചിക്കുന്നതിനേക്കാൾ പാപകരമായ ഒരു കാര്യം ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. സിൻ എന്ന് പറഞ്ഞാൽ പാപം എന്നർത്ഥം. They tell me their worries because they know I will never talk about it or gossip about it to another person. They tell me, അവരെന്നോട് പറയും, their worries, അവരുടെ പ്രയാസങ്ങൾ, because, കാരണം, they know, അവർക്കറിയാം, I will never talk about it, അതിനെക്കുറിച്ച് ഞാൻ പറയില്ല, or gossip about it, നുണ പറയുകയുമില്ല, ഗോസിപ്പ്, നുണ, ടു അനദർ പേഴ്സൺ, മറ്റൊരാളോട്. അവരെന്നോട് അവരുടെ പ്രയാസങ്ങളെക്കുറിച്ച് പറയുന്നത് ഞാനത് ഒരിക്കലും മറ്റുള്ളവരോട് പറയുകയില്ലെന്നും ഇല്ലാത്തത് പറഞ്ഞു പരത്തുകയില്ലെന്നും അവർക്കറിയാവുന്നത് കൊണ്ടാണ്. Only when they know their words are secure with me, they can talk to me freely. Only when they know, എപ്പോഴാണോ അവർക്കറിയാൻ കഴിയുന്നത്, their words are secure, secure, സുരക്ഷിതമായിരിക്കുക, അവരുടെ വാക്കുകൾ സുരക്ഷിതമായിരിക്കും, with me, എന്നിൽ, they can talk to me, അപ്പോൾ മാത്രമാണ് they can talk to me, അവർക്കെന്നോട് പറയാൻ കഴിയുന്നത്, സംസാരിക്കാൻ കഴിയുന്നത്, ഫ്രീലി, സ്വതന്ത്രമായി. അവർ പറയുന്നത് എന്നിൽ സുരക്ഷിതമായിരിക്കും എന്ന് എപ്പോഴാണോ അവർക്ക് അറിയാൻ കഴിയുന്നത്, അപ്പോൾ മാത്രമാണ് they can talk to me freely, അവർക്കെന്നോട് സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുകയുള്ളൂ. This way I relieve their burden for a short while till they are ready to pick themselves up and carry on with their journey. This way, ഈ രീതിയിൽ കൂടിയാണ് I relieve their burden, അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ആശ്വാസം നൽകുന്നത്, for a short while, കുറച്ച് നേരത്തേക്ക്, till they are ready, അവർ തയ്യാറാകുന്നത് വരെ, to pick themselves up, സ്വയം വഹിക്കാൻ കഴിയുന്നത് വരെ, and carry on, continue, തുടരുക, with their journey, അവരുടെ യാത്രയും. ഈ രീതിയിലാണ് സാധാരണ നിലയിലേക്ക് തിരികെ വരുന്നതിന് തയ്യാറാകാനും അവരുടെ യാത്ര തുടരുന്നതിനും വേണ്ടി കുറച്ച് നേരത്തേക്കെങ്കിലും അവരുടെ ദുരിതങ്ങൾക്ക് ഞാൻ ആശ്വാസം പകരുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ് കാണുക. Her words uncannily echoed my grandfather's sitting on the stone bench under the banyan tree. Her words, അവരുടെ വാക്കുകൾ, uncannily means strangely, നിഗൂഢമായി, echoed, പ്രതിധ്വനിപ്പിച്ചു, മൈ ഗ്രാൻഡ് ഫാദേഴ്സ്, എൻ്റെ അപ്പൂപ്പൻ്റെ വാക്കുകളെ, സിറ്റിംഗ് ഓൺ ദ സ്റ്റോൺ ബെഞ്ച്, ആ കൽ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട്, അണ്ടർ ദ ബനിയൻ ട്രീ, ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ. അവരുടെ വാക്കുകൾ, അതായത് രത്നയുടെ വാക്കുകൾ, ആരും അറിയാതെ അഥവാ നിഗൂഢമായി എൻ്റെ അപ്പൂപ്പൻ്റെ വാക്കുകളെയാണ് എൻ്റെ മനസ്സിൽ പ്രതിധ്വനിപ്പിച്ചത്. പെർഹാപ്സ് in their own small ways, without access to great wealth, both these people were doing tremendous social service. Perhaps, ഒരു പക്ഷേ, in their own small ways, അവരുടേതായ ചെറിയ മാർഗത്തിലൂടെ, without access to great wealth, access here, use, ഉപയോഗിക്കുക, wealth, സമ്പത്ത്, സമ്പത്ത് ചിലവഴിക്കാതെ, both, രണ്ടുപേരും, both these people, ഈ രണ്ടുപേരും, were doing, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ട്രെമൻഡസ് മീൻസ് ഹ്യൂജ്, വളരെ വലിയ, സോഷ്യൽ സർവീസ്, സാമൂഹ്യ സേവനം.
ഒരു പക്ഷേ വലിയ സമ്പത്തൊന്നും ചിലവിടാതെ തങ്ങളുടേതായ പരിമിത മാർഗങ്ങളിലൂടെ ഈ രണ്ടുപേരും വളരെ വലിയ സാമൂഹ്യ സേവനമായിരിക്കാം ചെയ്തുകൊണ്ടിരുന്നത്. നോ വൺ തോട്ട് ഓഫ് അക്നോളജിങ് ദ വർക്ക് ഓർ റിവാർഡിംഗ് ദം ഫോർ ഇറ്റ്, ബട്ട് ദേ കണ്ടിന്യൂഡ് ടു ഡു സോ ആസ് ദീസ് ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ഗവ് ദം ജോയ്. നോ വൺ തോട്ട്, യാതൊരാളും ചിന്തിച്ചില്ല, ഓഫ് അക്നോളജിങ് അംഗീകരിക്കുന്നത്, ദേ വർക്ക് അവരുടെ പ്രവൃത്തികൾ, ഓർ റിവാർഡിംഗ് ദം പ്രതിഫലം നൽകുക, ബട്ട് ദേ കണ്ടിന്യൂഡ് എങ്കിലും അവർ തുടർന്നുകൊണ്ടേയിരുന്നു, ടു ഡു സോ അങ്ങനെ ചെയ്യുന്നത്, ആസ് ദീസ് ആക്ട്സ് ഓഫ് കൈൻഡ്നസ്, ആക്ട്സ് മീൻസ് പ്രവൃത്തികൾ, കൈൻഡ്നസ് ദയ, ഗേവ് ദം അവർക്ക് നൽകിയിരുന്നു, ജോയി സന്തോഷം. അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ അതിന് അവർക്ക് പാരിതോഷികം നൽകണമെന്നോ അവർ ചിന്തിച്ചിട്ടില്ലെങ്കിലും ദയാപൂർണമായ ആ പ്രവർത്തനങ്ങൾ അവർക്ക് ആനന്ദം പകർന്നു നൽകിയിരുന്നതിനാൽ അവർ ആ പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്തിരുന്നു. ഇഫ് എവർ നൗ ഐ ഹാപ്പൻ ടു പാസ് എ ഹൊർഗലു ഇൻ എ വില്ലേജ്, ഐ റിമെമ്പർ ദം ആൻഡ് വിഷ് there were many more of them in this world. ഇഫ് എവർ നൗ ഇപ്പോഴെപ്പോഴെങ്കിലും ഐ ഹാപ്പൻ ടു പാസ് ഞാൻ കടന്നു പോകാൻ ഇടയായാൽ എ ഹൊർഗലു ഇൻ എ വില്ലേജ് ഒരു ഗ്രാമത്തിലെ ഹൊർഗലുവിനടുത്തുകൂടി ഐ റിമെമ്പർ ദം ഞാൻ അവരെ ഓർക്കുകയും ആൻഡ് വിഷ് ആഗ്രഹിക്കുകയും ചെയ്യും ദേവയ ഉണ്ടായിരുന്നെങ്കിലെന്ന് മെനി മോർ ഓഫ് ദം അവ കൂടുതലായി അഥവാ ഹൊർഗലുകൾ കൂടുതലായി ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിൽ. ഇപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഗ്രാമത്തിലെ ഹൊർഗലുവിൻ്റെ അഥവാ ചുമടുതാങ്ങിയുടെ അല്ലെങ്കിൽ അത്താണിയുടെ സമീപത്തുകൂടി കടന്നു പോകേണ്ടി വന്നാൽ അത്തരം നിരവധി എണ്ണം ഈ ലോകത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഓർക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട്. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇത് നമുക്ക് നൽകുന്നത് നല്ല സന്ദേശമാണ്. മറ്റുള്ളവരുടെ ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും തങ്ങളാൽ കഴിയുന്ന നന്മകൾ ചെയ്യുക എന്നത് വളരെ മഹത്തരമായ കാര്യമാണ്. ഈ സന്ദേശം മാനവരാശിയോട് പറയാനാണ് എഴുത്തുകാരി ഈ കഥയിലൂടെ ശ്രമിക്കുന്നത്.